ഒന്നാമത്തെ പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ഡൽഹിയിൽ പോയി മീറ്റിംഗിൽ നിന്നപ്പോൾ നരേന്ദ്രമോദി എല്ലാം കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും തരും CPM ഗവൺമെന്റ് ആണെങ്കിലും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ട് പറഞ്ഞു. വേറെ ഒരു കണ്ടീഷനും ഇല്ല, ഗെയിൽ അങ്ങ് നടപ്പിലാക്കുക. അപ്പോൾ CM ചില ഒബ്ജക്ഷനൊക്കെ പറഞ്ഞു, അവിടെ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്തതാണ്, ജനങ്ങൾ എതിർ. അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടെങ്കിൽ വന്നാൽ പൈസ തരും, ബാക്കി എല്ലാത്തിനും. അപ്പോൾ അവിടെ വെച്ച് കൈ കൊടുത്തു. ഗെയിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. CM വലിയ തോതിൽ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി, ഗെയിൽ പദ്ധതി നടപ്പിലാക്കി. അപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ അദ്ദേഹം കയറുകയും ചെയ്തു. അങ്ങനെയാണ് ദേശീയപാതയ്ക്കൊക്കെ ഇത്രയും പൈസയ്ക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നത്. CMന് പറ്റൊരു അബദ്ധം, ഈ ബഹ്റൈനിലൊക്കെ പോണതിന് മുമ്പേ ഹർബറിയായിട്ട് എവിടെ പോണ്ടായിരുന്നു? ഡൽഹിയിൽ പോണ്ടായിരുന്നു, മോഡിയെ കാണണ്ടായിരുന്നു. കാണാതിരുന്നെങ്കിലുള്ള ഗുണം എന്താണ്? ഇവിടെ കാണുമല്ലോ, ഈ വിവാദം വരുമ്പോൾ ഇവിടെ കാണുമല്ലോ. വിവാദം വന്നപ്പോൾ ഇവിടെ ഇല്ല. മോഡിയെ കാണുന്നതിന് മുമ്പേ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ SSAയുടെ പൈസ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് തരാം, പക്ഷേ നിങ്ങൾ PMശ്രീയിൽ ഒപ്പിടണം. അപ്പോൾ CM ഒന്നും പറഞ്ഞില്ല, ധർമ്മേന്ദ്ര പ്രധാനല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് കുഴപ്പമാണെന്ന് വിചാരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് ചെയ്തു? ഇത് നേരെ ആരുടെ പറഞ്ഞു കൊടുത്തു? പ്രധാനമന്ത്രിയുടെ അടുത്തും അമിത് ഷാ എടുത്ത് പറഞ്ഞു കൊടുത്ത്, അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ വിട്ട് പിടിക്കാൻ പറഞ്ഞു. നേരെ മോഡിയെ കാണാൻ മോഡി പറഞ്ഞു എല്ലാ പൈസയും തരാം, പക്ഷേ നിങ്ങൾ PMശ്രീയിൽ ഒപ്പിക്കാൻ പറഞ്ഞു. ഇതിനിടയിൽ നടന്നൊരു സംഭവം 2024 ഫെബ്രുവരി മാസം 22 മറ്റോ ആണ് ഡേറ്റ്, 22 മറ്റോ, രതീഷ് കാളിയാടൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹമാണ് ഈ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ്. രണ്ടാം പിണറായി ഗവൺമെന്റിന് പറ്റിപ്പോയ അബദ്ധം ലേക്കേസന്റെ തീരുമാനിച്ചു. എല്ലാ മന്ത്രിമാരുടെ കൂടെയും പാർട്ടിക്കാരും അധികം തീരുമാനിച്ചു. അങ്ങനെ പാർട്ടിക്കാർക്ക് അറിയപ്പോൾ അവർക്ക് അനുഭവ പരിചയക്കുറവുണ്ട്. ഈ അനുഭവ പരിചയക്കുറവും ഫയൽ പരികാരം ചെയ്യുന്ന പരിചയക്കുറവും ഉണ്ട് ഒരു വശത്ത്. മറുവശത്ത് രതീഷ് കാളിയാടൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഭരിക്കാൻ തുടങ്ങി. അയാളൊക്കെ ബഹളം ഉണ്ടാക്കി. പ്രിൻസിപ്പൽ സെക്രട്ടറി ടാണി ജോർജിനെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടായി, IAS വെച്ച് കമ്മിറ്റി ഉണ്ടായി. അവർ കഴിഞ്ഞ ഫെബ്രുവരി 24 ഫെബ്രുവരിന് കത്തയച്ചു. മാർച്ച് 30 ഒരു കത്തയച്ചു. അതിൽ പറഞ്ഞു ഞങ്ങൾ ഫെബ്രുവരിയിൽ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, നേരത്തെ റെഫറൻസ് ആയിട്ട് പറഞ്ഞ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാണ്. അങ്ങനെ എഴുതി നിങ്ങൾ 37.7%, 6% പൈസ ഇങ്ങോട്ട് റിലീസ് ചെയ്യാൻ പറഞ്ഞ് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ 1.5 വർഷത്തിന് മുമ്പേ. അപ്പോഴും പുറത്ത് ഈ സമരവും ബഹളമൊക്കെ നടക്കുന്നുണ്ട്. ക്യാബിനറ്റിലേക്ക് 2 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം വന്നപ്പോഴും ക്യാബിനറ്റിലെ രാജനും മന്ത്രി അനിലും ഒക്കെ എതിർത്തു. പക്ഷേ ആ സമയത്താണ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയത്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഒരു ചെറിയ സാവകാശം ഡൽഹി ചോദിച്ചിട്ട് ഞാൻ പോവുകയാണ് വിദേശത്ത്, വന്നിട്ട് ചെയ്യാം എന്നൊരു സാവകാശം ചോദിച്ചിട്ട് അടുത്ത ക്യാബിനറ്റിൽ വയ്ക്കുന്നതിന് മുമ്പ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ട് CPI ഒന്ന് പൊടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പരുവത്തിന് അങ്ങ് ഒപ്പി വയ്ക്കാമായിരുന്നു. പക്ഷേ CMന്റെ ആ മനസ്സ് അനുവദിച്ചില്ല. CM രതീഷ് കാളിയാടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒപ്പിട്ടോളാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം വിളിച്ച് വാസുകിയോട് പറയുന്നു, പാവപ്പെട്ട ശിവൻകുട്ടി സാറ് CMന്റെ ഓഫീസിൽ നിന്നുള്ള ഓർഡറല്ലേ, അല്ലെങ്കിൽ ഓറലായിട്ടായാലും CMന്റെ ഓഫീസിൽ നിന്നല്ലേ പറയുന്നു, ഒപ്പിട്ടു. അത് ക്യാബിനറ്റ് ഡെഫർ ചെയ്ത ഒരു വിഷയം, ഇങ്ങനെ ഒപ്പിടാൻ പാടില്ല എന്നുള്ള റൂൾസ് ഓഫ് ബിസിനസ് കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുമ്പോഴാണ് വാസുകി ഒപ്പിട്ടിരിക്കുന്നത്. അത് വാസുകിക്ക് ആരെങ്കിലും കോടതി കേസ് പോയാൽ വാസുകി IASനും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ട്.